പുറത്തു കൊടുക്കാനുള്ള കഴിവ് വേണം. അത് ചെറിയൊരു കഴിവൊന്നുമല്ല സഹോദരങ്ങളെ. പറയാനും കേൾക്കാനൊക്കെ എളുപ്പമാണ്, പ്രാക്ടിക്കലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിലക്കുള്ള സ്വഭാവ രൂപഭാവങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് സത്യത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മിൽ കുടികൊള്ളുന്നത്. ഖുദിൽ അഫ്വ. രണ്ടാമത് അല്ലാഹു പറഞ്ഞു വഅ്മുർ ബിൽ ഉർഫ്, നന്മ കൊണ്ട് കൽപ്പിക്കണം. നന്മ കൊണ്ട് കൽപ്പിക്കാനുള്ള കഴിവാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ പറയട്ടെ, കുടുംബ ദമ്പതികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് പറഞ്ഞാൽ വിശാലമായി പോകും. ഇപ്പൊ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയണം, സമയം പരിമിതമാണ്. കുടുംബിനികൾക്കിടയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മൾ മറക്കാൻ പാടില്ല. എപ്പോഴും ആവർത്തിച്ച് ഓരോ ദിവസവും ആ ഹദീസ് അങ്ങനെ ഓതിക്കൊണ്ടിരുന്നാൽ മതി. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ആ ഹദീസ് അങ്ങനെ ഓതിയിട്ട് അർത്ഥം അങ്ങനെ വെക്കുക. ഒരു കുടുംബനാഥനും കുടുംബിനിയെ വെറുക്കരുത്. ഒരു ഇണയും മറ്റൊരു ഇണയെ വെറുക്കരുത്. എന്തെങ്കിലും ഒരു സ്വഭാവം വിരസമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ മനസ്സിൽ വലിയ തൃപ്തിയുള്ളതായി കിട്ടും. ആ തൃപ്തിയുള്ളത് വേറെ പലതും നല്ലതാണെന്ന് കരുതുന്ന ആൾക്കാർക്ക് ഉണ്ടാകൂല. അപ്പൊ കുടുങ്ങിപ്പോകും. ആ തൃപ്തിയുടെ പിന്നിൽ നിന്നിട്ടാണ് നമ്മളെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ എന്ത് മനസ്സിലായി? ഏതൊരാണിനെ പെണ്ണിനെ സ്വീകരിച്ചാലും ഈ തല ഉണ്ടാകുമെന്ന് മനസ്സിലായില്ലേ? ഒരു സ്വഭാവം ഒരു പക്ഷേ നമുക്ക് ചെറിയൊരു പോരായ്മ ഉള്ളത്, പക്ഷെ പരിഹരിക്കാൻ അപ്പുറത്ത് ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ നല്ല സ്വഭാവങ്ങളുണ്ട്. എന്താണ് ഒരു സ്വഭാവം നമുക്ക് കുറവുള്ളത്? ചെയ്യുന്ന പണികളൊക്കെ നല്ല വൃത്തിയാണെങ്കിലും സ്പീഡ് കുറച്ച് കുറവാണ്, സൂക്ഷിച്ചിങ്ങനെ ചെയ്യാൻ. പക്ഷെ ഇബാദത്തിൽ നല്ല സൂക്ഷ്മത ഉള്ള പെണ്ണാണ്, നല്ല ഹയാ ഉള്ള പെണ്ണാണ്, നല്ല സ്നേഹം നൽകുന്ന പെണ്ണാണ്. നമുക്ക് വല്ലതും പറ്റിയാൽ സ്നേഹം കൊണ്ട് അപ്പുറത്തിരുന്ന് കണ്ണീർ വാർക്കുന്ന പെണ്ണാണ്. നമ്മൾ മോഹിച്ചത് നമ്മളെ ജീവിതത്തിന്റെയും ശരീരത്തിന്റെയും സുഖത്തിന്റെയും ഒരു മാറ്റർ മാത്രമാണെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനെ കിട്ടിയാൽ ഈ സന്തോഷങ്ങളൊന്നും ഒരു പക്ഷെ അതിൽ നിന്ന് കണ്ടില്ലെന്ന് വരും. നമ്മളെ വിചാരത്തിന്റെ ശമനങ്ങൾക്ക് വേണ്ടി നല്ല സൗന്ദര്യമുള്ളതിനെ സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവരാൻ, അത് ആശിച്ചുകൊണ്ട് ഈ സ്വഭാവങ്ങളുള്ളതിനൊക്കെ നമ്മളങ്ങ് മാറ്റി നിർത്തിയപ്പോ തിരിച്ചു കൊണ്ടുവന്നത് നിന്റെ വികാരശമനത്തിനൊക്കെ മുന്തിയതാണ്. പക്ഷേ നിസ്കരിക്കാനുള്ള മടിയുണ്ടല്ലോ, നോമ്പ് നോൽക്കാനുള്ള മടിയുണ്ടല്ലോ. ഒന്ന് ഖുർആൻ ഓതിയപ്പോഴേക്ക് നമ്മൾ കരഞ്ഞുപോയി. കാരണം നേരത്തെയുള്ള ഇണ ഖുർആൻ ഓതിയാൽ റഹ്മത്തിന്റെ മലക്കുകൾ വരുമെന്ന് പ്രതീക്ഷിക്കാമായിരുന്നു. തെറ്റുകൂടാത്ത ഓത്ത, പഠിക്കാൻ പറ്റിയ ഓത്ത, നിസ്കാരത്തിൽ നല്ല തഖ്വയാ, അടുക്കളയിൽ നല്ല വൃത്തിയാ. നിന്റെ ശരീരത്തിന്റെ മോഹം മാത്രം ലാക്കാക്കി ഈ തഖ്വയുള്ള ഈമാനുള്ള ഇഖ്ലാസുള്ള പെണ്ണിനെ നീ ഒഴിവാക്കിയപ്പോ റബ്ബ് നിനക്ക് തന്നൊരു പരീക്ഷണം കണ്ടില്ലേ? നിന്റെ ശരീരത്തിന്റെ സുഖത്തിനവർ ബെറ്ററാണ്, അതേ സമയത്ത് നീയും അവളും തമ്മിൽ ദീനിലൊക്കൂല, സ്വഭാവത്തിലൊക്കൂല, സംസ്കാരത്തിലൊക്കൂല. നേരത്തെയുള്ള പെണ്ണിനെന്താ കുറവ്? പണിക്ക് കുറച്ച് സ്പീഡ് കുറവായിരുന്നു, എന്നാൽ എല്ലാം നിർവഹിച്ചു തരുന്നുണ്ട്. നിന്റെ വിചാരങ്ങളൊക്കെ ക്ഷമിക്കുന്നുണ്ട്, മക്കളെയും നല്ലോണം തർബിയത്ത് ചെയ്യുന്നുണ്ട്. പക്ഷേ വീട്ടു ജോലി എടുക്കുന്നത് കുറച്ച് സാവകാശമേ ചെയ്യൂ. അതൊരു സൂക്ഷ്മത കൊണ്ടും വൃത്തി കൊണ്ടും അങ്ങനെ ചെയ്തു വരികയാണ്. രണ്ടാമതായതിന്റെ പേരിൽ നീ അവനെ ഒഴിവാക്കി, ആ പെണ്ണിനെ വേണ്ടാന്ന് വെച്ചു. നിനക്ക് സുഖങ്ങളും മറ്റൊക്കെ കുറവാന്ന് പറഞ്ഞു. നാട്ടുകാരൊക്കെ നിന്നെ എതിർത്തപ്പോഴും നീ അവരെ ഭാഷയൊന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് നീ നോക്കി തേടിപ്പിടിച്ചു കൊണ്ടുവന്നതോ നിസ്കാരം, അതിന് ശീലമില്ല. ഒന്ന് പറഞ്ഞാലോ, നിങ്ങളെ ഖബറിലേക്ക് നിങ്ങളാണ്, എന്റെ ഖബറിലേക്ക് ഞാനാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്യൂട്ടിയൊക്കെ ഞാൻ നിർവഹിച്ചു തരുന്നില്ലേ? നിങ്ങൾ അത് നോക്കിയാൽ മതി. അപ്പൊ ഇയാള് പതുക്കെ പറയാൻ തുടങ്ങി കൂട്ടുകാരോട്, സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ദീനു ഖുലുഖും നോക്കുമ്പോ
നല്ലത് മറ്റേ തന്നെയൊന്നും. അല്ല വലിയ പരീക്ഷണം, അതൊന്നും ചെറിയ പരീക്ഷണമൊന്നുമല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്ലാൻ വരക്കുന്നതാണ്, ചിത്രങ്ങൾ വരക്കുന്നുണ്ടാവും, വരച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. ഒരു വിട്ടുവീഴ്ചക്ക് നമ്മൾ ഒന്ന് ഒതുങ്ങി നിൽക്കാത്തത് കൊണ്ട് അള്ളാഹു തന്നൊരു പരീക്ഷണമാണ്. എത്ര ആളുകൾ അങ്ങനെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനം ശ്രദ്ധേയമാകുന്നത്. ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. നല്ല ചൂടുള്ള പ്രകൃതമായിരുന്നില്ലേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രകൃതം. പക്ഷെ തങ്ങളെ തണുപ്പിച്ചിരുന്നു. തണുപ്പിക്കാനുള്ള കഴിവ് നമുക്ക് വേണം. ആർക്ക് വേണം? ഇണകളായ ആണുങ്ങൾക്ക് വേണം. ആണും പെണ്ണും ഒരുപോലെ ആകണം. പെണ്ണ് അവിടുന്ന് കുറച്ച് ഹീറ്റായിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ആണൊന്നും ഇങ്ങനെ തണുത്തിക്കണം. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർ ചിന്തിക്കണം, ഉസ്താദേ അങ്ങനെ ആകുമ്പോൾ ഞാൻ ഒന്നിനും പറ്റാത്ത ആളായില്ലേ, നീ അവിടെ അങ്ങോട്ട് ചാടി നോട്ടിക്കുന്നിട്ട് എന്തിനെന്തിനെ വിറ്റ്, നീ അവിടെ കരച്ച് ചാടിയിട്ട് ബദറും ഉഹദും ഹുനൈനും ഖന്തഖും ഒപ്പം ഉണ്ടാക്കി, എന്തിനെ വിറ്റ്? നീ നല്ല ക്ഷമയോടെ കേട്ടിട്ട് ആ ചൂടുള്ള രംഗം തണുപ്പിക്കുമ്പോഴാണ് നിന്റെ കഴിവ് അവിടെ ബോധ്യമാകുന്നത്. വല്ലാത്ത ഒരു കഴിവായിട്ട് അവർ സമ്മതിക്കുന്ന കഴിവാണത്. അതുകൊണ്ടല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ എത്ര ചൂട് പിടിച്ച വർത്തമാനം പറഞ്ഞാലും തണുപ്പിച്ചിരുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, സമ്മതിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അംഗീകരിക്കേണ്ട സ്വഭാവമാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ആയത്ത് ഓതിയിട്ട് മഹദി ഇടക്കിടക്ക് ഇങ്ങനെ പറയും. ആ ആയത്തിന്റെ തഫ്സീർ എനിക്ക് ഓർമ്മയുള്ള ഒരു സംഭവമുണ്ട്. എന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂമിൽ കഴിയുമ്പോ, എന്റെ മുറിയിൽ കഴിയുമ്പോ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അടിമയുടെ കയ്യിൽ എന്റെ വീട്ടിലേക്ക് പലഹാരം കൊണ്ടുവന്നു. ആ പലഹാരം എന്റെ വീട്ടിലെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു അടിമയോട്, ഇതെവിടുന്നാണ്, ആർക്കാണ്? അടിമ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തന്നതാണ്, സഫിയ ബീവിന്റെ വീട്ടിൽ നിന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഭാര്യയാണ്, വേറൊരു പത്നിയാണ്, നമ്മളൊരു ഉമ്മയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മ. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഒറ്റ തട്ട്, കൈ കൊണ്ടൊരു തട്ട് കൊടുത്തു. ആ അടിമയുടെ കൈക്ക് പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു പൊട്ടിപ്പോയി, പലഹാരങ്ങളൊക്കെ ചിന്നി ചിതറിപ്പോയി. അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ അയലക്കത്തെ വീട്ടിൽ നിന്ന് നല്ല ഒരു പായസം കൊണ്ടുവന്ന് നമ്മള് അകാരണമായിട്ട്, ബുദ്ധിപൂർവ്വമല്ല ബോധപൂർവമല്ല, ശ്രദ്ധിക്കാതെ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയപ്പോ അത് ചിന്നി ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അവിടുത്തെ അവസ്ഥ? അല്ലാഹു അല്ലാ, അത് മൈക്കിലൂടെ പറയാൻ പറ്റൂല. മൈക്കിലൂടെ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ഓൺലൈൻ ഓഫാക്കി പോകും. അത്രയും സങ്കീർണമായിരിക്കും അവിടെ. ഒരു വിസ്ഫോടനല്ലേ അവിടെ സൃഷ്ടിക്കുക. ഈ പാത്രം വീണതും മറ്റൊക്കെ അയൽപക്കക്കാരും അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ള അടുക്കളയിലുള്ളവരൊക്കെ എങ്ങനെ അറിഞ്ഞെന്നറിയോ? എങ്ങനെ അറിഞ്ഞ്? നമ്മളെ ശബ്ദകോശം കൊണ്ട്, നമ്മളെ സ്ട്രോങ് കൊണ്ട് അറിഞ്ഞത്. ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത് തുടച്ച് വൃത്തിയാക്കി ആരും അറിയാത്ത രൂപത്തിൽ പരിഹരിക്കായിരുന്നു. നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോ അടുക്കളയിൽ നിന്ന് ഉമ്മ ഓടി വന്നു, എന്താ മോനെ, എന്താ പ്രശ്നം? അങ്ങനെ സംഭവിച്ചു. അത് അപ്പുറത്തെ അയൽക്കാർ, എന്താ ഇവിടെ നിന്ന് ഒച്ച കേട്ടത്? എല്ലാവരും വരുന്നു. എന്തേ? ഒരു ഗ്ലാസ് പായസം പോയതാ. അതും അറിയാതെ ഒരാൾ ഓടി വന്നപ്പോ പെട്ടെന്ന് തട്ടിയിട്ട് താഴെ വീണ് പോയതാ. നമ്മളെ റേഞ്ച് മാറിപ്പോയി. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അറിയാതല്ല, അറിഞ്ഞിട്ട് തന്നെ തട്ടണ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് നോക്കുമ്പോ തങ്ങൾ പുഞ്ചിരിക്കുന്നു. ചിരിക്കാൻ കഴിയോ? ചിരിക്കാൻ കഴിയോ നമുക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പേടിച്ച് നിൽക്കുന്ന, പരിഭ്രമിച്ച് നിൽക്കുന്ന അടിമയോട് പറയുന്നു, ഖാദിമിനോട് പറയുന്നു, പലഹാരം കൊണ്ടുവന്ന ആ വ്യക്തിയോട് പറയുന്നു, നിങ്ങളെ ഉമ്മാക്ക് അല്പം ചൂട് കയറിയതാണ്, വിഷമിക്കണ്ട. ആയിഷ ബീവിക്കൊന്ന് കലി കൂടിയതാണ്, നിങ്ങൾ വിഷമിക്കണ്ട, സാരമില്ല, സാരമില്ല. ആരാ തണുപ്പിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട കരം കൊണ്ട് അവിടെ
വീണുപോയ പൊടിഞ്ഞുപോയ പാത്രത്തിന്റെ പൊടികളൊക്കെ കയ്യിലേക്ക് എടുത്ത് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിലായിത്തീർന്ന പലഹാരങ്ങളും പെറുക്കിയെടുത്ത് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിക്കുമ്പോ തങ്ങൾ വിളിക്കുന്നു ആയിഷൂ. എന്തൊരു സ്നേഹത്തോടെയാ വിളിക്കുന്നത് ആയിഷൂ. പലഹാരം നമുക്കുള്ളതാണ്. ആ കൊണ്ടുവന്ന പാത്രം വായ്പയാണ്. പുതിയൊരു പാത്രം എടുത്തു കൊടുക്കൂ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, വല്ലാത്ത ഒരു സ്വഭാവമാണ് ഞാൻ കണ്ടത്. നമുക്കൊക്കെ റേഞ്ച് അങ്ങോട്ട് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്ന ഒരു നേരം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തണുത്ത രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചൂടടക്കം മാറിപ്പോയി. അല്ലെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ ദേഷ്യം എന്റെ ചൂടൊക്കെ മാറിപ്പോയി. ആ വിളി കേട്ടപ്പോഴേക്കന്നെ ഞാൻ ഉള്ളിൽ പോയി ഒരു പാത്രം എടുത്തുകൊണ്ടൊന്ന് ആ അടിമന്റെ കയ്യിൽ കൊടുത്തു പോകാൻ പറഞ്ഞു. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു മറുപടിയോ അല്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ സംസാരങ്ങളോ ഒന്നുമില്ല. നമ്മളെ പുരയിലാണെങ്കിൽ അതങ്ങനെ ഓർമ്മയിലായിട്ട് എത്ര ദിവസം നിൽക്കും? ഒരാഴ്ച നിൽക്കും. അപ്പൊ നമ്മളെ പുരയിലുള്ള ഉമ്മ പറയും, ഓ പലഹാരം അവിടുന്ന് കൊണ്ടുവരണ്ടില്ലേന്ന്, കൊണ്ടുവന്നാണ് ഞാൻ മടക്കണ്ടില്ലേന്ന്. ഇത് സ്വയിപ്പായി പോയല്ലോ. ഇതിങ്ങനെ പറഞ്ഞ് 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 മറക്കണില്ലല്ലോ പഠിച്ചോനെ. പ്രായം എത്ര ആയിട്ടും മറതില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനല്ലേ നമ്മളെ ആൾക്കാർക്ക് മറതില്ലാത്ത സംഗതി ഏതാ? യാസീനും അൽക്കഫും തബാറക്കൊക്കെ മറന്നാലും മറക്കാത്ത ഏതാ? പണ്ടെന്നോ പറഞ്ഞൊരു വാക്കില്ലേ, ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡേറ്റ് അടക്കം പറഞ്ഞു, 985 മാർച്ച് 2-ാം തീയതി എന്നൊക്കെ പറഞ്ഞു. വളരെ കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ്. അപ്പൊ നമ്മളെ ഒരിക്കലും ഒരാൾ മരിച്ചപ്പോ അയാളെടുത്തുനിന്ന് യാസീൻ ഓതി വെക്കുമ്പോ ഫസ്റ്റ് മുബീൻ തന്നെ അങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പൊ മനസ്സിലായി ഓർമ്മശക്തി ഒന്നുമില്ല. പിന്നെ മറ്റേതെങ്ങനെ ഓർമ്മ ഉണ്ടായത്? അതങ്ങനെയാണ്. അത് മാത്രം ശിരകളിലാണെങ്കിൽ അത് മറക്കൂലല്ലോ. അത് മറക്കാൻ കഴിയണ്ടേ? അതുകൊണ്ടാണ് ഖുർആൻ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ തൊട്ടപ്പുറത്ത് രണ്ടും ഒന്നല്ല. വിട്ടുവീഴ്ച, പുറത്തു കൊടുക്കുക. നിങ്ങൾ വാക്കാൽ പൊറുക്കുക. മനസ്സിന്ന് തേച്ചു മാച്ചു വിടണം. അപ്പൊ അവിടെ ഒരു വിട്ടുവീഴ്ച കഴിയണം. എന്തൊരു വിട്ടുവീഴ്ചയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ പോയി. അതാ തങ്ങള് നല്ല തേന് കുടിച്ച്, ശുദ്ധമായ തേന് കുടിച്ച് തങ്ങൾ ഇങ്ങനെ വരുമ്പോ കുറച്ച് നേരം വൈകി. പകലാണ്, നേരം വൈകിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തേണ്ട വീട്ടിലേക്ക് എത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റൊരു ഭാര്യയും കൂടി ഈ സംഗതി അറിഞ്ഞിട്ട് തങ്ങളോട് അവർ ചോദ്യം ചോദിക്കുന്നു, നബിയെ അക്കൽതൽ മഗാഫീർ, ദുർഗന്ധം വമിക്കുന്ന ഒരു പാനീയമുണ്ട്, ഒരു ചെടിയിൽ നിന്ന് വരുന്ന പാനീയം. പലരും അത് കഴിക്കാറുണ്ട്. തങ്ങൾ അത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഞാനത് കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് തേന് തന്നു, ആ തേനാണ് ഞാൻ കഴിച്ചത്. വേറെന്തൊരു വാസന. ഇവർ തമ്മിലുണ്ടാക്കിയൊരു കുശുമ്പാണ്, ഒരു കുറുമ്പിന്റെ വർത്താനാണിത്. അത് 1-2-ലധികം ഭാര്യമാരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കുറുമ്പിന്റെ വർത്താനം വരും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ അങ്ങനെ കുടിച്ചൂലേ, കുടിച്ചോണ്ട് നിങ്ങൾ വാസനിക്കുന്നുണ്ടോ? എന്നാ ഇനി ഞാൻ തേനും കുടിക്കാൻ പോകുന്നില്ല, ഞാൻ അത് നിർത്താണ്. അല്ലാഹു തആല ചോദിച്ചില്ലേ മുത്തുനബി തങ്ങളോട്, ഓ നബിയെ ലിമ തുഹർരിമു മാ ഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക അല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹ് അനുവദിച്ച തങ്ങൾ എന്തിനാ നബി ഹറാമാക്കുന്നത്? തേന് തങ്ങൾക്ക് അനുവദിച്ചതല്ലേ, എന്തിനാ തങ്ങളത് വേണ്ടാന്ന് വെക്കുന്നത്? തബ്തഗി മർളാത അസ്വാജിക, തങ്ങളെ സഹധർമ്മിണികളുടെ പൊരുത്തം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ അത് കുടിക്കണ്ടെന്ന് എന്തിനാ തങ്ങൾ വെക്കുന്നത്? അത് വേണ്ട, തങ്ങളത് കഴിച്ചോളൂ. അവരാ പറഞ്ഞതിന്റെ താല്പര്യമൊന്നും അതല്ല നബിയെ, അത് വേറെയാണ്. അല്ലാഹു തആല വെളിവാക്കി കൊടുക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇനി അത് ഇഷ്ടല്ലേ, ഞാൻ ഇത് വേണ്ടാന്ന് വെക്ക, ഓൽക്കൊരു ഇഷ്ടക്കേട് വേണ്ട എന്ന നിലക്ക് തങ്ങൾ തീരുമാനം എത്രമാത്രം അഫുവാണ് തങ്ങളിൽ നിന്ന് വരുന്നത്, വിട്ടുവീഴ്ചയാണ് തങ്ങളിൽ നിന്ന് വരുന്നത്. അതാണ് ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞ മാർഗം. അതിന് നല്ല സബർ വേണം. നീയും നിന്റെ ബാപ്പയും നിന്റെ സഹധർമ്മിണിയും നിന്റെ കൂട്ടുകാരനും നിന്റെ അയൽപക്കക്കാരനും നിന്നോടൊപ്പം പഠിച്ചിരുന്ന സഹപാഠിയും തമ്മിൽ സ്വീകരിക്കണം. ഇത് നല്ല ഭാഷയിൽ പ്രതികരിക്കണം, നന്മ കൊണ്ട് പ്രതികരിക്കണം. നിനക്കും മറ്റൊരാൾക്കും ഇടയിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ആ എതിർപ്പുള്ള മനുഷ്യൻ കഅന്നഹു വലിയുൻ ഹമീം, നിന്റെ ആത്മമിത്ര
നക്ഷത്രത്തെ പോലെയായി മാറും. നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായി തീരും. നീ നന്മ കൊണ്ട് പ്രതികരിച്ചാൽ മതി, അവന് വിഷമങ്ങളൊന്നും ഉണ്ടാകൂല. അവൻ മാറി ചിന്തിക്കും. ശരിയായ നിനക്ക് അവന്റെ മനസ്സ് മാറിപ്പോകും. നിങ്ങൾ കേട്ടിട്ടില്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കളോടും വലിയ മയനിലപാട് സ്വീകരിച്ച നേതാവാണ്. തങ്ങൾ ഒരു ഭാഗത്തുകൂടെ പോകുന്ന വഴിയിൽ എന്നും നടക്കാൻ കഴിയാത്ത രൂപത്തിൽ മുൾച്ചെടികളും മുൾവലകളും കൊണ്ടുവന്നിട്ടിരുന്ന ഒരയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടായിരുന്നു. യഹൂദിയായ അയൽവാസിയാണ്, ശല്യം ചെയ്തിരുന്ന അയൽവാസിയാണ്. എന്നും വേസ്റ്റ് സാധനങ്ങളും അതുപോലെ തന്നെ മുൾവസ്തുക്കളും കൊണ്ടുവന്ന് തങ്ങൾ നടക്കുന്ന നടപ്പാതയിൽ വിതറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോകുന്ന വഴിയിലാണ് കൊണ്ടുവന്നിരുന്നത്. ഒന്നും തങ്ങൾ പ്രതികരിക്കാറില്ല. എല്ലാ ദിവസവും അതെടുത്തു മാറ്റും. എന്നിട്ട് തങ്ങൾ സുഗമമായി പോകും. ചില റിപ്പോർട്ടുകളിൽ കാണാം, മുൾ വിതറുമ്പോ മുള്ളിന്റെ മുകളിലൂടെ ശരിയായ നിലക്കുള്ള പുൽമേടുകളിലൂടെ നടന്നു പോകുന്നത് പോലെ തങ്ങൾ നടന്നു പോകാറുണ്ട്. തങ്ങളെ കാലിലേക്ക് അത് ഏശാറില്ല. മലിന വസ്തുക്കൾ തങ്ങൾ നീക്കം ചെയ്തിട്ട് ആ പാത വൃത്തിയാക്കിയിട്ട് തങ്ങൾ അങ്ങ് പോകും. ഇതാരാണ് കൊണ്ടുവന്നിട്ടത് എന്ന് തങ്ങൾക്കറിയാം. പക്ഷേ തങ്ങളൊന്നും മറുപടി പറയാറില്ല. ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ട് നീങ്ങലാണ്. സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നജസായ വസ്തുക്കളൊക്കെ കൊണ്ടുവന്നിടും. നമ്മളെ വീട് താഴത്തും അയൽക്കാരന്റെ വീട് മേലെയാണെങ്കിൽ ഇയാളെ വീട്ടിന്റെ ഓടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വാർപ്പിന്റെ മുകളിൽ നിന്നോ മഴവെള്ളം നമ്മളെ വീട്ടിന്റെ മുറ്റത്തേക്ക്, അല്ലെങ്കിൽ നമ്മളെ വീട് താഴെയാണ്, വീട്ടിന്റെ മുറ്റത്തേക്ക് അതങ്ങനെ ഒഴുക്കി കൊടുത്താൽ മതി, ചാല് കീറി കൊടുത്താൽ മതി. അങ്ങനെ അങ്ങോട്ട് ഒഴുകിയാൽ നമ്മൾ വന്നിട്ട് പറയും, ആ നിന്റെ വീട്ടിന്റെ മേൽക്കൂരയിൽ നിന്ന് മഴവെള്ളം ഇങ്ങോട്ട് വെക്കുന്നുണ്ട്, നജസല്ലട്ടോ, അതുകൊണ്ട് മഴവെള്ളം മേലാൽ ഇങ്ങോട്ട് വീഴാൻ പാടില്ല. ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് പടച്ചവനോട് തോന്നുന്നു, ഇനി മഴ ഇങ്ങോട്ട് പെയ്യണ്ടാന്ന്. എന്താ പറയാ, നമ്മളെ അയൽക്കാരനോട് നമ്മൾ പറയാം, അവിടെ പെയ്യുന്ന മഴവെള്ളം ഇങ്ങോട്ട് വീഴാൻ പാടില്ല. മഴവെള്ളം വീഴുമ്പോഴേക്കും നമ്മൾ രണ്ട് പക്ഷത്തായി. സുബ്ഹാനല്ലാഹ്, ഇവിടെ റോഡിന്റെ മുന്നിലൂടെ കൊണ്ടുവന്നിരുന്ന അയൽവാസി കൊണ്ടുവന്നിരുന്നത് നടക്കാൻ കഴിയാത്ത രീതിയിൽ മലിന വസ്തുക്കളാണ്, വേസ്റ്റുകളാണ്. ഞങ്ങൾ അതൊക്കെ നീക്കാൻ ഒരു ദിവസം ആ അയൽവാസിയെ കാണാതെയായപ്പോ, യഹൂദിയായ അയൽവാസി, ശല്യം ചെയ്യുന്ന അയൽവാസിയെ കാണാതെയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ അയൽവാസിക്ക് വല്ല രോഗവും വന്നിട്ടുണ്ടോ? അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ, ഒന്ന് പോയി നോക്കട്ടെ. നമ്മളെന്താ പറയാ, അയാളെ ശല്യം തീർന്നു തോന്നുന്നുണ്ട് അല്ലേ? പിന്നെന്താ പറയാ, ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറക്കാം. എങ്ങനെ പറയാ, ചിന്തിച്ചു നോക്കി. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അയാൾക്ക് വല്ല അസുഖം വന്നിട്ടുണ്ടോ? പുറത്തൊന്നും കാണുന്നില്ലല്ലോ ആളെ, ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കട്ടെ. വീട്ടിലേക്ക് തങ്ങൾ കയറി നോക്കുമ്പോ അവിടെ ഉണ്ട് ആൾ അസുഖമായി കിടക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നു. സാരല്ല, ഒക്കെ സുഖായിക്കോളും എന്നൊക്കെ പറഞ്ഞു. തങ്ങൾ നല്ല സന്തോഷത്തോടുകൂടെ പെരുമാറിയിട്ട് രോഗം കണ്ട് തിരിച്ചു വന്നു. ആരെ? ശല്യം ചെയ്യുന്ന, എന്നും പോകുന്ന വഴിയിൽ തടസ്സത്തിന് വേണ്ടിയിട്ട് വേസ്റ്റുകളും മുള്ളൊക്കെ കൊണ്ടുവന്നിടുന്ന യഹൂദിയായ അയൽവാസി. ആ അയൽവാസിയെ രോഗം കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വന്നപ്പോ പിന്നെ പോയി കാണുന്ന ആള് അയൽവാസിയുടെ പരിഭ്രമാവസ്ഥ കാണുന്നു. അയൽവാസി പറയുന്നു, ഞാൻ ഇത്രയും തടസ്സം ചെയ്തിട്ടും ഒരിക്കൽ പോലും എന്നോട് പ്രതികരിക്കാതെ രോഗിയായി ഞാൻ ഇവിടെ കിടക്കുമ്പോ എന്നെ വന്ന് കണ്ട ആ മഹാമനുഷ്യനില്ലേ, റസൂല് തന്നെയാണ്, സത്യപ്രവാചകനാണ്. പലരും എന്നോട് പറഞ്ഞിട്ട് ഞാൻ അതിൽ വിശ്വസിച്ചിട്ടാണ് വഴിതടസ്സം വരുത്തിയതും. ഇന്ന് വരെ എന്നോടൊരു മറുപടി വാക്ക് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, രോഗഗ്രസ്തനായി കിടക്കുന്ന എന്നെ വന്ന് കണ്ടില്ലേ. എന്തൊരു മാന്യതയാണ്, എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിന്റെ ഇടപാട് ആ മനുഷ്യന്റെ മനസ്സിൽ ആയിന്നിറങ്ങിയപ്പോൾ വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.